എല്ലാവർക്കും നമസ്കാരം. വിജയസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക പച്ചടിയാണ്. അതിന് വേണ്ട 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. കാരണം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ജാറെടുത്തിട്ട് അതിൽ ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങയാണ് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും ചെറിയ ഉള്ളിയും ജീരകവും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അരപ്പും കൂടെ അരച്ച് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഞാൻ അരപ്പെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ള ഒരു ഫ്രൈ പാൻ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അടുപ്പത്തൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തു. ഫ്രൈ പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കായിട്ട് കൊടുക്കാം. ഒന്ന് ഒരു പകുതി നന്നായിട്ട് മൂക്കണം. അതുവരെ നമുക്ക് വെണ്ടയ്ക്ക പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഏകദേശം ഉള്ളിയും പച്ചമുളകും എല്ലാം ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കുറച്ചുകൂടെ ഒന്ന് ചുവക്കാനുണ്ട്. ഒരു ബ്രൗൺ കളറായി വരണം. പച്ചമുളകും ഉള്ളിയും വെണ്ടയ്ക്കയും എല്ലാം നന്നായിട്ടൊന്ന് മൂക്കാനുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വെണ്ടയ്ക്ക പച്ചടി നല്ല ഡിഷായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിലേക്ക് 1/2 സ്പൂണ് കടുക്. ബാക്കി വെണ്ടയ്ക്ക വറുത്തതിൻ്റെ ബാക്കി എണ്ണ തന്നെ ഉണ്ടായിരുന്നു. അതിൽ തന്നെയാണ് ഞാൻ കടുക് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് മുളക്. അധികം എണ്ണ ഉപയോഗിക്കണില്ല. കുറച്ച് വെണ്ടയ്ക്ക മൂക്കാനുള്ള എണ്ണയാണ് നമ്മളിട്ടത്. എണ്ണ എത്ര കുറയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലതാണല്ലോ. അതാണ് എണ്ണ കുറച്ച്. മുളക് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരുന്ന കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് ഈ വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ ഇതും കൂടെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ അരച്ച് വെച്ച അരപ്പൊന്ന് ചൂടാക്കി എടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഒന്ന് ഓഫാക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റൗ ഓഫാക്കി ഞാൻ 1 കപ്പ് തൈരെടുത്ത് വെച്ചിരുന്നു. അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അരപ്പെല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ വെണ്ടയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്ന ചേർത്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വെണ്ടയ്ക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് പ്ലീസ്. നന്ദി, നമസ്കാരം.